സോ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ മാനിപ്പുലേറ്റഡ് ആണെന്ന്. അതായത് നമ്മളുടെ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുമെല്ലാം ഒരു പവർ ഹൈറാർക്കിയുടെ മാനിപ്പുലേഷനാണ്. ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കോട്ട് പറയാം. ഏർലി ബേർഡ് ക്യാച്ചസ് ദ വോം. ഈ ഒരു കോട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് ആലോചിച്ചിട്ട് ബാക്കി കേട്ടാൽ മതി. ഒന്നുമില്ല, നേരത്തെ പണിയെടുത്താൽ സക്സസ് കിട്ടും, അല്ലെങ്കിൽ വേക്കപ്പ് ഏർലി, വർക്ക് ഹാർഡ്, സ്റ്റേ ഹാർഡ്, ഇങ്ങനത്തെ ഒരു മീനിങ് ആയിരിക്കും മിക്കവാറും എല്ലാവർക്കും കിട്ടുക. ഇതേ കാര്യം തന്നെയാണ് മോട്ടിവേഷനായിട്ട് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പറയാറ്. പെട്ടെന്ന് പണി വാങ്ങിക്കുക, പെട്ടെന്നൊരു ജോലി കിട്ടി സമ്പാദിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ സക്സസ്ഫുള്ളായി. സോ ഇങ്ങനെ ഈ കോട്ടിനൊരു മീനിങ് കൊടുക്കാനായിട്ടുള്ള കാര്യം നമ്മൾ ബേർഡിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് കാര്യങ്ങൾ നോക്കി കാണുന്നതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ ശരിക്കും ബേർഡാണോ? അല്ല. ബേർഡിന് ഇവിടെ ശരിക്കും പവറുണ്ട്. നമ്മളിവിടെ ശരിക്കും വേമാണ്. നമുക്ക് യാതൊരു പവറും ഇല്ല. ഇവിടെ ബേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കോർപ്പറേറ്റുകളെയോ ഗവൺമെൻറ്റിനെയോ ഒക്കെ പോലെ പവർ പൊസസ് ചെയ്യുന്ന ആൾക്കാരെയാണ്. സോ ഒരു ബേർഡാണെന്ന് വിചാരിച്ച് ഈ വേം ഈ ഒരു കോട്ടും കേട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് നേരത്തെ എണീറ്റ് പണിക്ക് പോയാൽ കിളി പിടിച്ച് തിന്നും. സോ ഇത്തരത്തിൽ എഫേർട്ട് എടുത്ത് സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് വേം പോകുന്നുണ്ടെങ്കിലും അത് ഹയർ അതോറിറ്റീസിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് മാത്രമേ മാറുന്നുള്ളൂ. സോ ഇത്തരത്തിൽ പവർ ഉള്ളവർ ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ അതിലൂടെ അതോറിറ്റീസ് ശരിക്കും മജോറിറ്റിയെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യിപ്പിച്ച് പവർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ പവർ സ്ട്രക്ചർ തന്നെ നിലനിന്ന് പോകുന്നത്. ഇത് ഞങ്ങൾ പറഞ്ഞു വെച്ചതല്ല, ക്രിട്ടിക്കൽ തിയറിയിലൂടെ മാക്സ് ഹോർഖൈമർ പറഞ്ഞതാണ്. ഈ ഒരു തിയറി ഇവിടെ നിലനിൽക്കുന്ന സിസ്റ്റത്തിനെയും ബിലീഫിനെയും അതേപോലെ തന്നെ അവർ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളെയൊക്കെ ചോദ്യം ചെയ്യുന്നു. ലൈക്ക് ഹൂ മെയ്ഡ് ദീസ് റൂൾസ് ആൻഡ് ഹൂ റിയലി ബെനിഫിറ്റ് ഫ്രം ദം. റിലേറ്റബിൾ ആയ ഒരു എക്സാമ്പിൾ കൂടെ പറയാം. നമുക്ക് കൊച്ചിലെ JCB ഓടിക്കാനോ ടീച്ചറാകാനോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആകാനോ ഒക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷേ പതിയെ പവർ നമ്മളെടുത്ത് പറഞ്ഞു, നീ IAS ആകണം, ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം, ഇത്തരത്തിലുള്ള പൊസിഷനിൽ നിന്നെങ്കിൽ മാത്രമേ നിനക്ക് സക്സസ് ഉണ്ടാവും. സോ ഈ ഒരു തിയറിയുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള പൊസിഷൻ ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത്, ഇൻഫ്രാസ്ട്രക്ചർ ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റിലൂടെ ആ ബേർഡ് മാത്രമാണ് സക്സസ്ഫുൾ ആകുന്നത്. സോ നമുക്കിതിലൂടെ ഒരു പേഴ്സണൽ സക്സസ് ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സക്സസ് എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവാണ്. പക്ഷേ യു ആർ മാനിപ്പുലേറ്റഡ്.